മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊല്ലം പുനലൂരിൽ സീറ്റിനെ ചൊല്ലി യു.ഡി.എഫിൽ ഭിന്നത രൂക്ഷം. പുനലൂരിൽ സീറ്റിനെ ചൊല്ലി യു.ഡി.എഫിൽ ഭിന്നത രൂക്ഷമായി. ലീഗ് സ്ഥാനാർത്ഥിക്കെതിരായി ബദൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യു.ഡി.എഫ് നേതാക്കൾ. പുനലൂരിൽ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നതിനിടെ പുനലൂർ യു.ഡി.എഫിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതായാണ് സൂചന. മുസ്ലിം ലീഗിന് സീറ്റ് വീണ്ടും നൽകിയാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് അറിയുന്നത്. ജനപ്രതിനിധികൾ അടക്കം സ്ഥാനമാനങ്ങൾ രാജിവെക്കാനും ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ 2 തവണയും ലീഗ് സ്ഥാനാർത്ഥികൾ പുനലൂരിൽ പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇത്തവണ ലീഗിന് നൽകരുതെന്ന ശക്തമായ ആവശ്യം യു.ഡി.എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം മറികടന്ന് യു.ഡി.എഫ് നേതൃത്വം മുസ്ലിം ലീഗിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചതോടെയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. പുനലൂരിൽ ചേരുന്ന കോൺഗ്രസ് സംയുക്ത ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം കേരളം മുഴുവൻ വലതിലേക്ക് ചായപ്പോയും ഇടതിനെ ചേർത്ത് പിടിച്ച മണ്ഡലമാണ് പുനലൂർ നിയോജക മണ്ഡലം. 1957 മണ്ഡല രൂപീകരണത്തിന് ശേഷം തുടർച്ചയായി സിപിഐക്ക് അനുകൂലമായ വിധിയെഴുതുന്ന മണ്ഡലമെന്ന പ്രത്യേകതയും പുനലൂരിനുണ്ട്. 1957 മുതൽ 80 വരെ തുടർച്ചയായി സിപിഐ എംഎൽഎമാരാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരിക്കുന്നത്. 1982 ലും 84 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനലൂരിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് പി കെ ശ്രീനിവാസനും പി എസ് സുബാലും കെ രാജുവും തുടർച്ചയായി പലതവണ വിജയിച്ചു. ഒരു തവണ കോൺഗ്രസിലെ പുനലൂർ ചേർത്ത് പിടിച്ചുവെങ്കിലും പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പുനലൂരിൽ വിജയിച്ചിട്ടില്ല. മണ്ഡലത്തിനുള്ളിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരും സാമുദായിക അടിസ്ഥാനത്തിലുള്ള അവകാശവാദങ്ങളുമാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകാറുള്ളത്. പരസ്പരമുള്ള പാലംവലി കനത്ത തോൽവിക്കും വഴിവെച്ചു. ഒടുവിൽ പൊറുതിമുട്ടിയാണ് കോൺഗ്രസ് സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്. മുസ്ലിം ലീഗ് 2 തവണയായി മത്സരിക്കുന്ന സീറ്റ് തിരിച്ചെടുത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കം ആരംഭിച്ചപ്പോഴായിരുന്നു വീണ്ടും മുസ്ലിം ലീഗിന് സീറ്റ് നൽകാനുള്ള തീരുമാനം പുറത്തുവന്നത്. ഇതാണിപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.